2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ ഇനി അധികം നാളുകളില്ല. കൃത്യമായി പറഞ്ഞാൽ ഇനി 88 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. കേരളം ഉറ്റുനോക്കുന്ന അതിശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന, വേണമെങ്കിൽ ഒരു ജീവൻ മരണ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന സംസ്ഥാനത്തെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്ന് കടന്നു പോകാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് വട്ടിയൂർക്കാവ്, മറ്റൊന്ന് നേമം, പിന്നെ IT ഹബ്ബ് കൂടിയായ കഴക്കൂട്ടം. ഈ 3 മണ്ഡലങ്ങളുമായി രാഷ്ട്രീയപരമായ ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളാണിവ എന്നത് തന്നെ മാത്രമല്ല, മറിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം അടിമുടി മാറിയതാണ് നാം കണ്ടത്. ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലും BJP ആണ് ഒന്നാമതെത്തിയത് എന്നത് തന്നെ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചൊരു സത്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷമായ LDFും പ്രതിപക്ഷമായ UDFും ഒരുപോലെ അഭിമാന പ്രശ്നമായാണ് ഈ മണ്ഡലങ്ങളെ കാണുന്നത്. 100+ സീറ്റുകൾ ലക്ഷ്യമിടുന്ന VD സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് ഈ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കേണ്ടത് വരാനിരിക്കുന്ന ഭരണമാറ്റത്തിന്റെ അനിവാര്യം കൂടിയാണ്. നമുക്ക് ആദ്യം ഇവിടെ പറയേണ്ടത് വട്ടിയൂർക്കാവ് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഏതൊരു മലയാളിയുടെ മനസ്സിലേക്ക് വരുന്നത് K മുരളീധരൻ എന്ന കരുത്തുറ്റ നേതാവിന്റെ പേരാണ്. 2011-ലും 2016-ലും ഈ മണ്ഡലത്തിൽ ഗംഭീര വിജയം നേടിയ നേതാവാണ് അദ്ദേഹം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് K മുരളീധരൻ കേവലം ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, മറിച്ച് ആ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അത്രമേൽ ആഴത്തിലുള്ള ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. ഇത്തവണ മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് തങ്ങളുടെ തുറുപ്പ് ചീട്ടുമായി ഇറക്കാൻ 89% അല്ലെങ്കിൽ ഏതാണ്ട് 89 മുതൽ 99% വരെ സാധ്യത കൽപ്പിക്കുന്നത് മുരളീധരനെ തന്നെയാണ്. മണ്ഡലത്തിലെ സ്പന്ദനങ്ങൾ അറിയുന്ന അദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചെത്തിയാൽ മത്സരത്തിന്റെ സ്വഭാവം തന്നെ ആകെ മാറുകയും ചെയ്യും. കഴിഞ്ഞ തവണ അദ്ദേഹം ഇല്ലാതെ പോയത് കൊണ്ടാണ് മണ്ഡലം കൈവിട്ടെന്ന വികാരം കോൺഗ്രസിലെ അണികൾക്കുമുണ്ട്. മുരളീധരൻ മടങ്ങി വരുന്നതോടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന ആവേശം വോട്ടായി മാറുമെന്നാണ് UDFും കണക്ക് കൂട്ടുന്നത്. മറുഭാഗത്ത് BJPയും വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ VV രാജേഷിലൂടെ 2ാം സ്ഥാനത്തെത്തിയ BJPക്ക് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ 8162 വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു. ഇത് ചെറിയൊരു മുന്നേറ്റമല്ല, മറിച്ച് കുമ്മനം രാജശേഖരൻ വീണ്ടും ഒരു അംഗത്തിന് ഇറങ്ങുമോ, അതോ നിലവിലെ മേയർ VV രാജേഷ് തന്നെ വരുമോ എന്നുള്ള ചർച്ചകളും സജീവമായി തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. നാം ആലോചിക്കണം, 8000 സംതിങ് വോട്ടുകളുടെ ലീഡ് എന്ന് പറയുമ്പോൾ അവിടെ BJP എത്രമാത്രം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി VV രാജേഷാണോ കുമ്മനം രാജശേഖരനാണോ വരുന്നതെന്നാണ് ഇനി അറിയാനുള്ളത്. VV രാജേഷിനെ സംബന്ധിച്ച് മണ്ഡലത്തിലെ പരിചിതനായ നേതാവാണ് അദ്ദേഹം എന്നത് കൂടിയുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് BJP വലിയ വിജയങ്ങൾ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചാൽ കുമ്മനം രാജശേഖരൻ വീണ്ടും എത്തിയേക്കാം. അല്ലെങ്കിൽ ഇനി അതല്ല, തലസ്ഥാനത്ത് കേന്ദ്ര നേതൃത്വം നേരിട്ട് ശ്രദ്ധ നൽകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തന്നെ വട്ടിയൂർക്കാവിൽ അംഗത്തിനിറങ്ങിയാലും, അതായത് മുൻ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ തന്നെ ഇവിടെ വട്ടിയൂർക്കാവിൽ അംഗത്തിന് ഇറങ്ങിയാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. K സുരേന്ദ്രനെ പോലുള്ള ഒരു ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ വട്ടിയൂർക്കാവിലെ മത്സരം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും കഠിനമായി മാറുകയും ചെയ്യും. CPMനെ സംബന്ധിച്ച് VK പ്രശാന്ത് എന്ന മേയർ ബ്രോ തന്നെയാണ് അവിടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. 2016 കേവലം 3ാം സ്ഥാനത്തായിരുന്ന പാർട്ടിയെ 2019 ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിച്ചത്, അല്ലെങ്കിൽ ആ വിസ്മയം തീർത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാം. 2021-ൽ 21,515 വോട്ടുകളുടെ ആധികാരികമായ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം വിജയിച്ചു കയറുന്നത്. ഈ മേയർ ബ്രോ ആയിരുന്ന VK പ്രശാന്ത് പിന്നീട് MLA ബ്രോയായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. VK പ്രശാന്തിന്റെ വ്യക്തിപ്രഭാവവും വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രശാന്ത് തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ വട്ടിയൂർക്കാവ് ഒരു അഗ്നിപരീക്ഷയായി മാറുക കൂടിയാണ്. VK പ്രശാന്തും K മുരളീധരനും K സുരേന്ദ്രനും നേർക്കുന്നതിന് വരുന്ന ഒരു പോരാട്ടം വട്ടിയൂർക്കാവിൽ നടന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മത്സരങ്ങളിലൊന്നായി അത് മാറുകയും ചെയ്യും. സമുദായ സമവാക്യങ്ങളും വോട്ടർമാരുടെ മനോഭാവം അവിടെ നിർണായകമാവുകയും ചെയ്യും. അടുത്തത് നാം ഉറ്റുനോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായ, അതും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ നേമം മണ്ഡലത്തെയാണ്. 2016-ൽ കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ മണ്ഡലം. 2021-ൽ മന്ത്രി ശിവൻകുട്ടി 4000 താഴെ വോട്ടുകൾക്ക് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയെങ്കിലും BJP ഇവിടെ 2ാം സ്ഥാനത്ത് ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്തു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ BJP ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. രാജീവ് ചന്ദ്രശേഖരന് ശശി തരൂരിനെതിരെ നേമത്ത് മാത്രം ലഭിച്ചത് 22,126 വോട്ടുകളുടെ വമ്പൻ ലീഡ് കൂടിയാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം പോലൊരു മണ്ഡലത്തിൽ നിന്നും ഇത്രയും വലിയ ലീഡ് നേടുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അത്ഭുതകരമായ മുന്നേറ്റം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ BJP സ്ഥാനാർത്ഥി എത്താനാണ് സാധ്യതകളെല്ലാം കൂടുതലും.
അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ BJP ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്നത് നേമത്ത് തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു മാറ്റവുമില്ല. CPM-ന് വേണ്ടി V. ശിവൻകുട്ടി തന്നെ വീണ്ടും ജനവിധി തേടുമെന്നാണ് സൂചനകളെല്ലാം പുറത്തു വരുന്നത്. ശിവൻകുട്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അദ്ദേഹം തന്നെയായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുക. അദ്ദേഹം തോറ്റുപോകുന്ന പേടിയിൽ മാറി നിൽക്കുമെന്നുള്ളതൊക്കെ പ്രചരണങ്ങൾ ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും CPM അത്തരമൊരു റിസ്ക് എടുക്കാൻ സാധ്യതയില്ല. ശിവൻകുട്ടിക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനം ചെറുതുമല്ല. കോൺഗ്രസ് ക്യാമ്പിനാകട്ടെ ഇത്തവണ പുതിയ മുഖങ്ങളെ പരീക്ഷിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ തവണ K. മുരളീധരൻ അവിടെ ഒരു പരീക്ഷണം നടത്തിയെങ്കിലും 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഇത്തവണ യുവ നേതാക്കളായ RV രാജേഷ്, ഡോക്ടർ GV ഹരി എന്നിവരുടെ പേരുകളാണ് ഇവിടെ പ്രധാനമായി പരിഗണനയിലുള്ളത്. യൂത്ത് കമ്മീഷൻ മുൻ ചെയർമാനായ RV രാജേഷും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായ ഡോക്ടർ GV ഹരിയും കോൺഗ്രസിന്റെ യുവ മുഖങ്ങൾ കൂടിയാണ്. ഇവരിലൊരാൾ നേമത്ത് വന്നാൽ BJP-യും CPM-നെയും ഒരുപോലെ വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന്, അല്ലെങ്കിൽ തങ്ങൾക്ക് കഴിയുമെന്ന് UDF ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കഴക്കൂട്ടം മണ്ഡലത്തിലേക്കാണ് പോകേണ്ടത്. അവിടെ കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ IT വിപ്ലവത്തിന്റെ കേന്ദ്രമായ കഴക്കൂട്ടം എന്ന രാഷ്ട്രീയമായി പ്രവചനാതീതം കൂടിയാണ്. അവിടെ IT വിപ്ലവ നഗരമായ കഴക്കൂട്ടം എന്നും രാഷ്ട്രീയപരമായി പ്രവചനങ്ങൾക്കെല്ലാം അതീതമായി തന്നെയാണ് നിന്നിട്ടുള്ളത്. 2021 ശോഭാ സുരേന്ദ്രൻ അതിശക്തമായ പോരാട്ടമാണ് ഇവിടെ കാഴ്ചവെച്ചത്. BJP അവിടെയും 2ാം സ്ഥാനത്താണ് എത്തിയത്. എന്നാൽ ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ വോട്ടുകൾ 2016 V. മുരളീധരൻ അവിടെ നേടിയുകയും ചെയ്തിരുന്നു എന്നതും BJP-ക്ക് വലിയൊരു ആശ്വാസം കൂടിയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ 18,442 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷമുണ്ട്. ഇത് മണ്ഡലത്തിൽ BJP-ക്കുണ്ടായ വളർച്ചയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ V. മുരളീധരൻ കഴക്കൂട്ടത്ത് മടങ്ങിയെത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതും. 42,000-ലധികം വോട്ടുകൾ മുമ്പ് സ്വന്തമാക്കിയ അദ്ദേഹത്തിന് ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പാർട്ടി പ്രവർത്തകരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണപക്ഷമായ CPM-ൽ ഇത്തവണ വലിയൊരു മാറ്റമുണ്ടാകുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ MLA കടകംപള്ളി സുരേന്ദ്രനെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. പകരം CPM ഇതിനകം തന്നെ കഴക്കൂട്ടത്തിന്റെ ചുമതല SP ദീപകിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പേട്ട ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലറായ SP ദീപകിനെ മുൻനിർത്തി കഴക്കൂട്ടം നിലനിർത്താനാണ് CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ക്യാമ്പിലും ഇത്തവണ ഒരു യുവ പോരാളിയെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട ശിഷ്യനും NSU ദേശീയ കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് JS അഖിലിന്റെ പേരാണ് അവിടെ മുൻപന്തിയിൽ കേൾക്കുന്നത്. കഴക്കൂട്ട സ്വദേശിയായ അഖിലിന് മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ വോട്ടായി മാറുമെന്ന് തന്നെയാണ് UDF-നെ കണക്കൂട്ടലുള്ള. സാധാരണക്കാരോട് വളരെ സൗമ്യമായി ഇടപെടുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഉമ്മൻചാണ്ടിയുടേതിന് സമാനമാണെന്നാണ് പ്രവർത്തകരെല്ലാം പറയുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച ഡോക്ടർ SS ലാലിന് 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ ഇത്തവണ കഴക്കൂട്ടത്തിൽ ശക്തമായ ഒരു തിരിച്ചുപിടുത്തമാണ് കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. ഈ 3 മണ്ഡലങ്ങളും ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കേവലം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, മറിച്ച് കേരളത്തിലെ 3 പ്രബല രാഷ്ട്രീയ ചേരികളിലും ശക്തിപ്രകടനം കൂടിയാണ്. അവരുടെ ചേരികളുടെയും ശക്തിപ്രകടനം കൂടിയാണ്. അവരുടെ ശക്തമായ പ്രകടനമായിരിക്കും ഇനി കാണാൻ പോകുന്നതും. 2021 LDF നേടിയ വമ്പം ഭൂരിപക്ഷത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും BJP ലീഡ് പിടിച്ചത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതോടൊപ്പം K. മുരളീധരനെ പോലെയുള്ള കരുത്തരായ നേതാക്കൾ മടങ്ങിയെത്തുന്നതോടെ UDF ക്യാമ്പും സജീവമായിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ദീപ്തി മേരി വർഗീസിനെ പോലുള്ള വനിതാ നേതാക്കളുടെ പേരുകൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. K. മുരളീധരൻ വാമനപുരം പോലുള്ള മണ്ഡലത്തിലേക്ക് മാറുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ഇത്തവണ അപ്രതീക്ഷിത മുഖങ്ങളായിരിക്കും വരിക എന്നുള്ളതും സംസാരമുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ വിജയത്തിന് ശേഷം ചാണ്ടിയുമ്മൻ തിരുവനന്തപുരത്തേക്ക് ചൂടുമാറ്റുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും രാഷ്ട്രീയ ഇടനാഴികളിൽ സജീവമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ കേവലം സൂചനകളാണെങ്കിലും 2026 പോരാട്ടം എന്നത് അതിനിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. BJP തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ താമര വിരിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങുമ്പോൾ LDF ഭരണ തുറച്ച കാര്യത്തിൽ പ്രതിരോധം തീർക്കുക കൂടിയാണ്. UDF ആകട്ടെ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. ഈ 3 മണ്ഡലങ്ങളും സത്യത്തിലൊരു L ക്ലാസ് മണ്ഡലം കൂടിയാണ്. A ക്ലാസ് മണ്ഡലം എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ശക്തമായ മണ്ഡലം കൂടിയാണ്. മത്സരത്തിൽ ആ ഒരു എൽ ക്ലാസിക്കോ മത്സരത്തിനാണ് വേദി ഒരുങ്ങുന്നത്. തലസ്ഥാനത്തെ ഈ പോരാട്ടം ആര് ജയിക്കുമെന്നത് കേരള രാഷ്ട്രീയത്തിന് തന്നെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കുന്നത് കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വോട്ടറുടെയും മനോഭാവം വരും ദിവസങ്ങളിൽ കൃത്യമായി നിരീക്ഷിക്കേണ്ടി വരും. 2026 3 മണ്ഡലങ്ങളും നടക്കാൻ പോകുന്നത് അതിശക്തമായ വാക്കുകൾക്കപ്പുറത്തുള്ള അല്ലെങ്കിൽ വാക്കുകൾക്കതീതമായ പോരാട്ടം കൂടിയായിരിക്കും. രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തന്നെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മറ്റൊരു മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ എടുത്തു പറയേണ്ടത് ഇത്തവണ തിരുവനന്തപുരം കലക്കം എന്ന് തന്നെയാണ്. കാരണം കേരളത്തിൽ 3 പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ 3 മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. ഭരണം എങ്ങനെയും നിലനിർത്താൻ വേണ്ടി LDF-ഉം ഏത് വിധേനെ പിടിച്ചെടുക്കാൻ വേണ്ടി UDF-ഉം അതല്ല തങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാനായി NDA-യും ഒരുമിച്ച് നിൽക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതൊരു ചരിത്രമായി മാറും.